The shadow to my light, did you feel us? Another star, you fade away. Afraid our aim is out of sight. Wanna see us alive. Where are you now? Where are you now? Was it all in my fantasy? Where are you now? Were you only imaginary? Where are you now? At Venice, under the sea, under the sea. Where are you now? Another dream. The monsters running wild inside of me. I'm faded. So lost. I'm faded. I'm faded. So lost. I'm faded. These shallow waters never met what I needed. I'm letting go a deeper dive. Eternal silence of the sea. I'm breathing alive. Where are you now? Where are you? ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാരുടെ പേരായിരിക്കും. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് അനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രകാശിച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾക്ക് മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നില്ല. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കണം. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കണം. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. പവനുതിരും ചേലൊന്നു തൂകുമോ? ആകാശമേ അവളഴകിൽ കണ്ണാടി നോക്കുമോ? കെടാതെ നീ തിളങ്ങണം വെൺചിരി മലർനാളങ്ങളിൽ. പരാഗമായി തുളുമ്പണം കിനാവുകൾ. പൊൻതാരമേ പവനുതിരും ചേലൊന്നു തൂകുമോ? ആകാശമേ കണ്ണാടി നോക്കുമോ?
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാതെ ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി പുതിയായി ജീവിക്കുവാൻ ഈ ദാസനെ വിളിച്ചു. സ്വർഗീയ വരങ്ങളാൽ ഭക്തന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ രക്തങ്ങൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യത്വത്തിന്റെ നന്ദിക്കും വേണ്ടി ഈ ഭൂതാശാലകളെ ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണം. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകനെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ തന്റെ സ്നേഹം കൊണ്ട് നിന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. അവരുടെ എല്ലാ തലമുറകളും അവിടെ എന്നെ അനുഭവിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് വിളിച്ച് രക്ഷിക്കുക. നമുക്ക് വാഗ്ദത്തമായിരിക്കട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. ഫരീസിയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത്
നിയമാനുസൃതമാണ്. അവൻ അവരോട് പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ വിവാഹോദാശയോട് പുതിയൊരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുന്ന ടോമി, അനീറ്റ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റർ, മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാർ, സുഖം, സന്തോഷം, ടെൻഷൻ ഇല്ലേ? കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും പുതിയൊരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. തീർച്ചയായും ഈ ദിവസം നിങ്ങളുടെ ഓർമ്മയിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ദിവസമാണ്. തീർച്ചയായും മുമ്പോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കാൻ നല്ല ഓർമ്മകൾ നമുക്കുണ്ടാകുന്നു. അത് നന്നായി ജീവിക്കാൻ നമുക്കൊരു മുതൽക്കൂട്ട് കൂടിയാണ്. പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ്. ഒരു 10-20 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഈ കല്യാണം ആകുമ്പോൾ മക്കളൊക്കെ എടുത്തിട്ടുണ്ടോ? അപ്പോൾ ചോദിക്കും, അപ്പനും അമ്മ എന്നാൽ കടന്നത് കുത്തിയോളിയതെന്ന് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇരിക്കുക. സ്നേഹം തോന്നിയിട്ടാൽ എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണം എന്നുള്ളതാണ്. നിങ്ങളിന്ന് ഈ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളെപ്പോലെ സന്തോഷിക്കുന്നവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ. നിങ്ങൾ അവരെ കൊണ്ട് ഒരു പടി മുമ്പിലായിരിക്കും. തീർച്ചയായും അവർ നിങ്ങളെ കുറച്ച് വിട്ട് കുറച്ച് പുറകിലായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങളെ പുറകിൽ നിന്ന് ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തവരാണ്. അപ്പോൾ ഇനി മുമ്പോട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ അവരുടെ ആ ഒരു അനുഗ്രഹം എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. അവരൊക്കെ പല കാര്യങ്ങളും ജീവിതത്തിൽ മാറ്റിവെച്ചുകൊണ്ട് ത്യജിച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവരോടുള്ള നന്ദി കൂടിയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം. ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു അടയാളത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ മന്ത്രകോടി ഇവിടെ അലങ്കരിച്ചു വെച്ചിരിക്കുന്നത്. ഈ മന്ത്രകോടി തിരുസഭയിൽ വിവാഹബന്ധുദാശയോട് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ മന്ത്രകോടി കൊണ്ട് പൊതിയുമ്പോൾ ആ സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു മനോഭാവം, അവൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്ന പ്രകാരമാണ് ഇന്നു മുതൽ മരണം വരെ ഈ മന്ത്രകോടി കൊണ്ട് ഞാൻ എന്നെ പൊതിയുന്നത് പോലെ നിന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കും എന്നുള്ളതാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന മനോഹരമായ വാഗ്ദാനം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടെ പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നയിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി വിളിച്ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നയിക്കുന്നു. സ്വതന്ത്രമായ മനസ്സോട്
പൂർണ്ണമായ സമ്മതത്തോടുകൂടി അനീകയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. തിരുസഭയുടെ നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി ടോണിയെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹത്തോടെ സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള നടപടിയുടെ അടയാളമായി പരസ്പരം നിരന്തരം ചേർത്തിരിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുമിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വഴിവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ പഠിപ്പിക്കുന്ന ഈ താലി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസതയിലും ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ ഉദ്ധിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദളിതന്മാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ സ്നേഹിക്കുവാൻ നിന്റെ പ്രതിമാനെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനും
സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായി എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായി എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃത്തിൽ. നിത്യം ആരാധനാ സ്തുതി നാഥ, നിത്യം ആരാധനാ സ്തുതി നാഥ. സ്നേഹം ഉറപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആപ്പാതെ അർപ്പിക്കാം. സ്നേഹം ഉറപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആപ്പാതെ അർപ്പിക്കാം. കർത്താവായ മിശിഹായെ പരിപാലനെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാറിയോസേഫിന്റെയും മാധ്യസ്ഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ ദൈവം ആമേൻ. അവിടെ എണീറ്റ ദൈവാനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതാവസാനം വരെ ദൈവസാന്നിധ്യത്തിന്റെ നിറവിൽ ജീവിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. സന്തോഷത്തിലും സമാധാനത്തിലും ഒരുമയിലും ജീവിക്കുന്ന കുടുംബമായി തീരാൻ അവർ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സമാധാന സുവാർത്തകളെ അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിലൂടെ പങ്കാളികളാക്കുകയും ചെയ്ത കരുണവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാസനങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യങ്ങളുടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യതയുടെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തെ സ്തുതിയും ബഹുമാനവും
കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ ഈ തിരുക്കത്തിൽ പങ്കുചേർന്ന് ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ. मुझको इतना बताए कोई, कैसे तुझसे दिल ना लगाए कोई. रब्बा ने तुझको बनाने में कर दी है हुस्न की खाली तिजोरियां. काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां. केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं. दिन बीते सारा तेरी फिक्र में, रैन सारी तेरी खैर बनाऊं. केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं. दिन बीते सारा तेरी फिक्र में, रैन सारी तेरी खैर मनाऊं. पतझड़ के मौसम में भी रंगी चनारों जैसी झनके सन्नाटों में तू वीणा के तारों जैसी. सदियों से भी लंबी ये मन की अमावस्या है, और तू फुलझड़ियों वाले त्योहारों जैसी. चंदा भी दीवाना है तेरा, जलती है तुझसे सारी चकोरियां. काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां. केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं. दिन बीते सारा ಯಾರೋಡಿ ಹೊನ್ನೋಡೆ ಪುರಸೆ, ಯಾರೋ ಯಾರೋಡಿ ಓತಿ ಮೆರ್ಕೆ ಅರಸೆ. ಹೀಗೆ ಬೋಲೆಲ ಬಡಿಕ ಇಂದಿರ ನಾರ್ ಪಂಡಡಿಕ ಅಂದ ಬಂದೆ ದಿತ್ತಡಿ ಪವ
मैं देखूं तेरी फोटो 100 बार कुड़े, मैं देखूं तेरी फोटो 100 बार कुड़े के उठदे तूफान सीने विच 100 बार कुड़े के उठदे तूफान सीने विच 100 बार कुड़े तू सपने में आ ही जाती है, तू नींद उड़ा ही जाती है, तू सपने में आ ही जाती है, तू नींद उड़ा ही जाती है, तू मिले एक बार कुड़े मैं देखूं तेरी फोटो 100 बार कुड़े के उठदे तूफान सीने विच 100 बार कुड़े मैं देखूं तेरी फोटो दीवाना तूने कर दिया ऐसे तेरे बिन अब रह ना सकूं, दिल की बात तुझे आकर मैं कह ना सकूं, तुझे आकर मैं कह ना सकूं। मेरी गुड मॉर्निंग तू है, मेरी गुड नाइट भी तू, ये दुनिया रॉन्ग लगे मेरे लिए राइट भी तू, तू बन मेरी जान कुड़े, दीवाना निर्माण कुड़े, तू कर एहसान कुड़े, मैं देखूं तेरी फोटो 100 बार कुड़े के उठदे तूफान सीने विच 100 बार कुड़े मैं देखूं तेरी फोटो പവനുതിരും ചേലൊന്നു തൂകുമോ ആകാശമേ അവളഴകിൽ കണ്ണാടി നോക്കുമോ കേടാതെ നീ തിളങ്ങണം വെൺചിരി മലർനാളങ്ങളിൽ പരാഗമായി തുളുമ്പണം കിനാവുകൾ പൊൻതാരമേ പവനുതിരും ചേലൊന്നു തൂകുമോ ആകാശമേ കണ്ണാടി നോക്കുമോ ഇവൾ മുഖം വാടാതെ കവിൾ മണം ചോരാതെ പോകുമോ തെന്നലേ ദിനം ദിനം ഓരോരോ സ്വരങ്ങളായി താലോലം പാടുമോ പവനുതിരും ചേലൊന്നു തൂകുമോ ആകാശമേ അവളഴകിൽ കണ്ണാടി നോക്കുമോ കേടാതെ നീ തിളങ്ങണം വെൺചിരി മലർനാളങ്ങളിൽ പരാഗമായി തുളുമ്പണം കിനാവുകൾ പൊൻതാരമേ പവനുതിരും
തന്നു. തുടരുന്നൊരു വഴിയാത്രയിൽ പ്രണയാർദ്രമാം തണലു തന്നു. ഇളം കാറ്റൊഴിഞ്ഞു പോകുമ്പോൾ ഇമ ചിന്നി നിന്നു ചിരിയോടെ. മേലെ വിൺപടവുകൾ മേലെ ചെന്നേറാ ഊഞ്ചിറകുകളാലേ ഈ നെഞ്ചിന്റെ ഉള്ളിൽ നിന്നും സ്വപ്നങ്ങളോ ഇന്നാകാശം തൊട്ടേനെയും മേഘങ്ങളായി ഇരുൾ മായും പുലർനേരം വരവായി മേലെ. നീ കനവിനറ്റത്ത് കണിക വട്ടത്തിൽ മാഞ്ഞാലും പെണ്ണെ ആ മുത്തണിക്കാലിൽ മുത്തിച്ചിരിക്കണ കൊലുസായൻ മിഴികൾ. നീ കനവിനറ്റത്ത് കണിക വട്ടത്തിൽ മാഞ്ഞാലും പെണ്ണെ ആ മുത്തണിക്കാലിൽ മുത്തിച്ചിരിക്കണ കൊലുസായൻ മിഴികൾ. നീ പുള്ളത്തിപ്പയ്യന്റെ ചേലോടെ ചുറ്റിപ്പറക്കും നേരം ചെറുചിറകിനുള്ളിൽ ഉറുമി നിൽക്കും കാറ്റായൻ ഹൃദയം. തീ കത്തണമെട്ടിലും മഞ്ഞണിക്കുന്നിലും നിന്നെ ഞാൻ തിരഞ്ഞേ. ഇലഞ്ഞെട്ടിട്ടും വീഴും നിസ്വനം പോലും നീയായി ഞാൻ അറിഞ്ഞേ. ഗമനാനി ചാരുസൂന ചരണ ഉയിരിലാകെ ഉറവ പോലെ നിറയും നിന്റെ സ്മരണ. സാമജവര ഗമനാനി ചാരുസൂന ചരണ ഉയിരിലാകെ ഉറവ പോലെ നിറയും നിന്റെ സ്മരണ. നീ കനവിനറ്റത്ത് കണിക വട്ടത്തിൽ മാഞ്ഞാലും പെണ്ണെ ആ മുത്തണിക്കാലിൽ മുത്തിച്ചിരിക്കണ കൊലുസായൻ മിഴികൾ. അനുനിമിഷമെന്നിതളു വിരിയും മായിക നിനവോ. കതിരവനാളമായി ഇനിയും അഗാധമായി നിൻ ജീവസാഗരത്തിൽ വീണതെന്നുടെ മനമോ. ഋതുവോരോന്നും ഇവനിൽ നീ മുന്നേറാനതിരു നീ ചിറകു നീ ഉലകു നീ ഞാനീ നിറ നീലിമാ ചേരും നീ കണ്ണിമ വഴിയിലെന്റെ ഇരുളു നീക്കുമൊലിയുടെ തനിമ. ഗമനാനി ചാരുസൂന ചരണ ഉയിരിലാകെ ഉറവ പോലെ നിറയും നിന്റെ സ്മരണ. സാമജവര ഗമനാനി ചാരുസൂന ചരണ ഉയിരിലാകെ ഉറവ പോലെ നിറയും നിന്റെ സ്മരണ. കനവിനറ്റത്ത് കണിക വട്ടത്തിൽ മാഞ്ഞാലും പെണ്ണെ ആ മുത്തണിക്കാലിൽ മുത്തിച്ചിരിക്കണ കൊലുസായൻ മിഴികൾ. നീ പുള്ളത്തിപ്പയ്യന്റെ ചേലോടെ ചുറ്റിപ്പറക്കും നേരം ചെറുചിറകിനുള്ളിൽ ഉറുമി നിൽക്കും കാറ്റായൻ ഹൃദയം.
കൃപകളും വരങ്ങളും ലഭിച്ചിടുവാൻ ഞങ്ങളുടെ ജനത്തിൽ വേരുന്നി വളർന്നിടുവാൻ വീണ്ടും അയക്കണമേ നിഞ്ചനമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ലോകത്തിൽ മോഹം വിട്ടോടിടുവാൻ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ ധീരതയോടെ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കുടുംബ പ്രതിഷ്ഠ ക്രിസ്തീയ കുടുംബങ്ങളിൽ വാഴുവാനുള്ള ആഗ്രഹം ഭാഗ്യതയെ ഭാഗ്യതാമയത്തോട് അറിയിച്ച ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, ഞങ്ങളുടെ കുടുംബത്തിന്മേലുള്ള അങ്ങേ പരമാധികാരം ഇവിടെ പ്രഖ്യാപനം ചെയ്യുന്നതിന് ഞങ്ങൾ ഇതാ വരുന്നു. ഇപ്പോൾ തുടങ്ങി അങ്ങേ ജീവിതം കഴിക്കുവാൻ ഞങ്ങൾ മനസ്സാകുന്നു. അങ്ങ് ഇഹലോകത്തിൽ മുമ്പ് തന്നെ സുഹൃത്തുക്കൾക്ക് സമാധാനം പറഞ്ഞെത്തിയിരിക്കുന്നുവോ ആ സുഹൃത്തുക്കൾ ഈ കുടുംബത്തിൽ പുഷ്ടിയായി വളർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങ് ശമിച്ചിരിക്കുന്ന ലോകാരിയെ ഞങ്ങളിൽ നിന്ന് ദൂരത്തിൽ അകറ്റുന്നതിന് ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പരമാർത്ഥത വഴിയായി അങ്ങ് ഞങ്ങളുടെ ബോധത്തിലും അങ്ങയെ പ്രതിചരിച്ചിരിക്കത്തക്ക സ്നേഹത്താൽ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴണമേ. ഈ സ്നേഹാഗ്നി ദീപകാരണത്തെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളിൽ അധികം ഉച്ചരിക്കുന്നതിന് ഞങ്ങൾ ഇടയാക്കും. ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ സംഘങ്ങളിൽ അങ്ങ് അഗ്രാസനം വഹിക്കുവാൻ കൃപയാകണമേ. ഞങ്ങളുടെ ആത്മീയവും ലൗകികമായ കാര്യാദികൾ അങ്ങ് ആശീർവദിക്കണമേ. ഞങ്ങളിൽ നിന്ന് സകലവിധ ആകുല ചിന്തകളെയും അങ്ങ് അകറ്റണമേ. ഞങ്ങളുടെ സന്തോഷങ്ങൾ അങ്ങ് ശുദ്ധീകരിക്കണമേ. ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങ് ഇഷ്ടങ്ങളിൽ ഉൾപ്പെടുന്നതിനുള്ള നിർഭാഗ്യം എപ്പോഴെങ്കിലും സംഭവിക്കാനിടയായാൽ എത്രയും പരിശുദ്ധ ഹൃദയമേ, അങ്ങ് മനസ്സാപ്പെടുന്ന പാപിയുടെ നേരെ ഈ കരുണയും അനുഗ്രഹവും ഉള്ളവനാകും നോക്കണമേ. പിന്നെയും വേർപിരിയിലുള്ള മണിയടിക്കുകയും മരണം ഞങ്ങളെ സന്താപം നിമസ്തരാക്കുവാൻ വരികയും ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും അങ്ങേ ജീവിക്കുന്ന പോലെ അനുസരണമുള്ളവരായിക്കൊള്ളാം. ഈ കുടുംബാംഗങ്ങളെല്ലാവരും മോട്ടത്തിൽ ഒന്നു ചേർന്ന് അങ്ങേ മഹത്വങ്ങളെയും ദാനങ്ങളെയും പാടി സ്തുതിക്കുന്നതിനായി ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. മറിയത്തിന്റെ വിമല ഹൃദയവും മഹത്വമറിയ പിതാവായ ഔസേപ്പും ഈ പ്രതീക്ഷയെ അങ്ങേക്ക് കാഴ്ചവെക്കുകയും അതിന്റെ ഓർമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞങ്ങളുടെ ബോധത്തിൽ അനുസ്മരിപ്പിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ രാജാവും പിതാവുമായ ഈശോയുടെ സ്ത്രീ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ രാജ്ഞി
വെൺതൂവൽ വീശുമഴകേ ഇനി എന്നുമെന്നും ഇതുപോലെ നമ്മൾ കനവാർന്ന സ്നേഹമഴയാ തൂമഞ്ഞു വീണ വഴി വെൺതൂവൽ വീശുമഴകേ. സാന്ധ്യമേഘം ചൂടി നിൽക്കും ദൂരെ ശാരോൻ പ്രണയവനിൽ. സാന്ധ്യമേഘം ചൂടി നിൽക്കും ദൂരെ ശാരോൻ പ്രണയവനിൽ. മാലാഖമാ